അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസായിലെ 31 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 32-ാമത്തെ ആയത്താണ് പഠിക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تتمنوا ما فضل الله به بعضكم على بعض للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن واسألوا الله من فضله إن الله كان بكل شيء عليما. ولا تتمنوا, നിങ്ങൾ ആഗ്രഹിക്കരുത്, മോഹിക്കരുത്, കൊതിക്കരുത്. മാ ഫല്ലല്ലാഹു ബിഹി ബഅളകും അലാ ബഅളിൻ, നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ കൂടുതലായി അനുഗ്രഹങ്ങൾ കൊടുത്തതിന്റെ പേരിൽ. ലിർരിജാലി നസീബും മിമ്മക്തസബു, പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതിനനുസരിച്ചുള്ള വിഹിതമുണ്ട്. വലിന്നിസാഇ നസീബും മിമ്മക്തസബ്ന, സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതിനനുസരിച്ചുള്ള വിഹിതവുമുണ്ട്. വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, എന്നാൽ നിങ്ങൾ അല്ലാഹുവിനോട് അവന്റെ അനുഗ്രഹത്തിനു വേണ്ടി, ഔദാര്യത്തിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഇതിനു മുമ്പ് സാമ്പത്തിക കാര്യങ്ങളിലുള്ള കൊള്ളക്കൊടുക്കുകളുടെ നിയമവശങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയ കുറ്റങ്ങൾ, തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്നും, ഗുരുതരമായ കുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ ചെറിയ കുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരും, വിട്ടുതരും, കണ്ണടച്ചു തരും എന്നും പറഞ്ഞതിന് ശേഷം ഇനി ധാർമ്മികമായ, സമൂഹത്തിന്റെ പുരോഗതിക്കാവശ്യമായ ഒരു ധാർമ്മികമായ ഒരു ഉപദേശം നൽകുകയാണ് അല്ലാഹു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെല്ലാവരും പരിഗണിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്, ഒരു ഉപദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. എപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് അത് തന്നെ എനിക്ക് വേണം എന്ന് വാശി പിടിക്കരുത്. അത് കുട്ടികളുടെ രീതിയാണ്. കുട്ടികൾ അങ്ങനെ, ആ കുട്ടിക്ക് എന്താണോ കളിപ്പാവ അതന്നെ എനിക്കും വേണം, അവിടെ അവൻ എന്താണോ അതന്നെ എനിക്കും വേണം. ഇങ്ങനെ ആവരുത് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ കനിഞ്ഞരുളിയിട്ടുണ്ട്, അനുഗ്രഹിച്ചരുളിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി മനസ്സിലാക്കുകയും അതിന് നന്ദി കാണിക്കുകയും ചെയ്യുക. മനുഷ്യന്റെ ഒരു പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യനെപ്പോഴും ആർത്തിയാണ്. അവന് കിട്ടിയാലും കിട്ടിയാലും തീരില്ല. അവനെത്ര കിട്ടിയാലും മതി വരില്ല. എന്നിട്ട് റസൂൽ നിങ്ങൾക്ക് മദീനത്ത് പോയാൽ കാണുമ്പോൾ, മദീനത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന വലിയ മലയാണ് ഉഹദ് മല. ഒരു ഉഹദ് മലയുടെ അത്ര സ്വർണം കിട്ടിയാലും ഒന്നേ കിട്ടിയുള്ളൂ, ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നവൻ പറയും. ഇങ്ങനെ ഒരു ആർത്തിയുടെ പ്രതീകമായി അല്ലെങ്കിൽ
ഗ്രീഡിന്റെ പ്രതീകമായി മനുഷ്യൻ മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വലിയ അപകടത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തു തകാസുർ. കസീർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് കസീർ, ധാരാളം, അല്ലേ? തകാസുർ, ഈ ധാരാളിത്തത്തിന്റെ പൊങ്ങച്ചമാണ് ഈ തകാസുർ എന്ന് പറയുന്നത്. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. ഈ പൊങ്ങച്ചം, അവനൊരു കാറുണ്ടെങ്കിൽ എനിക്ക് 2 കാറ് വേണം, അവൻ 50 ലക്ഷത്തിന്റെ വീടുണ്ടെങ്കിൽ എനിക്ക് 75 ലക്ഷത്തിന്റെ വീട് വേണം. ഇങ്ങനെ മറ്റുള്ളവനെ നോക്കിയിട്ട് തന്റെ സാമ്പത്തിക സ്ഥിതിയോ തന്റെ നിലയോ വിലയോ ഒന്നും മനസ്സിലാക്കാതെ അങ്ങ് സമ്പത്തിന്റെ പിന്നാലെ പായുക, ഇതാണ് തകാസുർ. അതൊരു ഒരു രോഗമാണെന്നാണ് ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അൽഹാക്കുമുത്തക, ഇതങ്ങ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണില്ല. അതുകൊണ്ട് അല്ലാഹു ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങളുടെ ഈ ലക്കും ലഗാനുമില്ലാത്ത ഈ യാത്ര, ഈ റെക്ലെസ് ഡ്രൈവിംഗ്, ഇതെവിടെ ചെന്ന് എത്തുക എന്നറിയോ? അവസാനം നിങ്ങൾ ചെന്ന് അങ്ങ് ഇടിച്ചു നിൽക്കും. എവിടെ? ഖബറിൽ. ഇത് അവിടേക്ക് എത്തുക. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. അങ്ങനെ നിങ്ങൾ ഖബറിലെത്തും. അതുവരെ ഇതിനെക്കുറിച്ച് ചിന്ത ഉണ്ടാവില്ല. അപ്പോ എപ്പോഴും മറ്റുള്ളവനേക്കാൾ കൂടുതൽ എപ്പോഴും ഒരാളെ ഒരു കമ്പയർ ചെയ്യാൻ ഒരാളെ മുന്നിൽ വെച്ചിട്ടാണ് ഇയാളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതെങ്കിൽ അത് അപകടത്തിലാണ് ചെന്ന് കലാശിക്കുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകം താക്കീത് ചെയ്തത്, വേറൊരാൾക്ക് കൊടുത്ത അനുഗ്രഹത്തിന്റെ പേരിൽ, വേറൊരാൾക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹത്തിന്റെ പേരിൽ നിങ്ങൾ അതെനിക്കും കിട്ടണം എന്ന് വ്യാമോഹിക്കരുത്. അപ്പൊ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം, ഓക്കെ, ഒരാൾക്ക് നല്ല ജോലി കിട്ടി, അപ്പൊ എനിക്കും നല്ല ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചൂടെ? അതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ അവിടെ നിങ്ങൾ ഒരാളായിട്ട് കമ്പയർ ചെയ്ത് അതിനേക്കാൾ നല്ല ജോലി എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ അവന്റെ ജോലി നഷ്ടപ്പെടണം, ഇതിനാണ് അസൂയ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹസദ് തഅക്കുലുൽ ഹസനാത്ത് കമാ തഅക്കുലുൻ നാറു അൽ ഹതബ്. ഈ നിങ്ങളൊരു വിറക് കൂട്ടിയിട്ടിട്ട് അതിന് തീ കൊളുത്തിയാൽ അതങ്ങനെ കത്തി 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 ആ വിറക് ചാരമാകും എന്നതുപോലെ നിങ്ങളുടെ മനസ്സിൽ അസൂയയാകുന്ന തീ അങ്ങ് കൊളുത്തിയാൽ അത് മുഴുവൻ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കും. എല്ലാ നല്ല കാര്യങ്ങളും അതോടുകൂടി പോകും. ഓ, മറ്റവൻ അത്ര കിട്ടിയിട്ടുണ്ട്, അത് ഒന്ന് പൊളിഞ്ഞെങ്കിൽ, നശിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതിനാണ് അസൂയ എന്ന് പറയാം. അസൂയ അപകടമാണ്. അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ. ഒരാൾ നമ്മളോട് അസൂയ വെച്ചാൽ അതുകൊണ്ട് എന്താ കുഴപ്പം? ഒരാൾ നമ്മളോട് അസൂയ വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ഉണ്ടാവാം. ഒരു ലളിതമായ സത്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അസൂയ മൂത്തിട്ട് അയാൾ നമുക്ക് പാര വെക്കാം, അയാൾക്ക് അസൂയ മൂത്തിട്ട് അയാൾ നമ്മുടെ ജോലി തെറിപ്പിക്കാം, അയാൾക്ക് അസൂയ മൂത്തിട്ട് അയാൾ എന്നെ കുത്തിക്കൊല്ലാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പടച്ചവനെ, അസൂയാലും അസൂയ മൂത്തിട്ട് എന്തൊക്കെയാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പടച്ചവനെ നീ എന്നെ രക്ഷ. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയ കാണിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് പടച്ചവനെ നീ എനിക്ക് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. അപ്പൊ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അസൂയ കാണിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിൽ കൊതിവെക്കാതിരിക്കുക.
ഇത് ഈ കൊതിവെക്കുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. അതൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഇതിൽ കൊതിവെക്കല്ലേ എന്ന് പറയും. കാരണം ഭക്ഷണം മര്യാദയ്ക്ക് എൻ്റെ വയറ്റിൽ ചെന്ന് അത് ദഹിക്കില്ല എന്നൊക്കെ തമാശയിൽ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ശരിക്കും തമന്ന എന്ന് പറഞ്ഞാൽ, അറബിയിൽ തമന്ന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാണ്, മോഹിക്കുക എന്നാണ്, കൊതിക്കുക എന്നാണ്. അപ്പോ നിങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹം നിങ്ങൾ എനിക്കും കിട്ടണമേ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളും വ്യത്യസ്തങ്ങളായ പ്രകൃതങ്ങളും വ്യത്യസ്തങ്ങളായ സൗന്ദര്യവും വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതെന്നെ എനിക്ക് വേണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ഇതിവിടെ പറയാനുള്ള ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ എന്നിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് ഇതിന്റെ പശ്ചാത്തല ശേഷം പറയുന്ന കാര്യത്തിൽ നിന്ന് മനസ്സിലാവും. ലിർരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസായി നസീബും മിമ്മക്തസബന. ആണുങ്ങൾക്ക് അവർ സമ്പാദിച്ചതുണ്ട്, പെണ്ണുങ്ങൾക്ക് അവർ സമ്പാദിച്ചതുണ്ട്. അപ്പൊ ഈ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ കാര്യത്തിൽ എന്തോ ഒരു സംഭാഷണമോ സംശയമോ വന്നപ്പോഴാണ് ഈ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ തഫ്സീറുകളിലൊക്കെ കാണുന്നത് സ്ത്രീകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയുന്നുണ്ട്. നബിയെ, ആണുങ്ങൾക്ക് ജിഹാദ് ഉണ്ട്, ഞങ്ങൾക്ക് ജിഹാദില്ല. ആണുങ്ങൾക്ക് അനന്തരാവകാശ സ്വത്തിൽ കൂടുതലുണ്ട്, ഞങ്ങൾക്കില്ല. അപ്പൊ ഇങ്ങനെ പല രംഗത്തും പുരുഷന്മാർക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ പദവി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരാൾക്ക് ജിഹാദ് ചെയ്ത് ഷഹീദായി സ്വർഗത്തിൽ പോകണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് ജിഹാദ് നിർബന്ധമല്ല, അത് ആണുങ്ങൾക്കാണ്. അപ്പൊ ഞങ്ങളെക്കാൾ ആണുങ്ങൾക്ക് അവസരങ്ങൾ കൂടുതലാണ്. പലപ്പോഴും ഞങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയില്ല, നോമ്പെടുക്കാൻ കഴിയില്ല. പുരുഷന്മാർക്ക് അതൊക്കെ വൃത്തിയിലും വെടുപ്പിലും ചെയ്യാൻ പറ്റും. അപ്പൊ സ്ത്രീകൾ ഞങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ട്, ഞങ്ങൾക്ക് അതൊന്നും സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു രണ്ടാം കിട പൗരന്മാരാണ് എന്ന രൂപത്തിലുള്ള ചില ഒരു സംശയങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഓരോരുത്തർക്കും ഓരോ സവിശേഷതയുണ്ട്, ഓരോരുത്തർക്കും അല്ലാഹു ഓരോ ധർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾ ഞങ്ങൾ ആണുങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ടതില്ല. ആണുങ്ങൾ പെണ്ണുങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുകയും വേണ്ടതില്ല. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയും ഓരോ പദവിയും ഓരോ സവിശേഷതയുമുണ്ട്. അള്ളാഹു ഇത് 1400 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്നും ഇതുപോലെ പ്രസക്തമാണ്. ഇന്നിപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല, ആണിന് പെണ്ണാകാം പെണ്ണിന് ആണാകാം. എന്താണിപ്പോ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറയുന്നത് എന്തിനാണ് സ്ത്രീകൾ മാത്രം പ്രസവിക്കുന്നത്, എന്താ ആണുങ്ങൾക്ക് പ്രസവിച്ചൂടെ? ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നടക്കാത്തത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വലിയ വലിയ ജാതിയും സമരമൊക്കെ നടക്കും. സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ എന്തിനാണ് വ്യത്യാസം? വ്യത്യാസം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യാസം നൽകിയിട്ടുണ്ട്. അത് പുരുഷൻ ഒരു ഉയർന്ന പദവി, സ്ത്രീ ഒരു താഴ്ന്ന പദവി എന്നല്ല. ചില കാര്യങ്ങളിൽ സ്ത്രീക്കായിരിക്കും പദവി കൂടുതൽ, ചില കാര്യങ്ങളിൽ പുരുഷനായിരിക്കും പദവി കൂടുതൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാ ഫളലല്ലാഹു ബിഹി ബഅലകും അലാ ബഅലിൻ എന്ന് പറഞ്ഞത്. ചിലർക്ക് ചിലരെക്കാൾ ചില കാര്യങ്ങളിൽ സവിശേഷമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഹദീസ് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഉമ്മാന്റെ സ്ഥാനം ഉപ്പാക്കില്ല. ഉമ്മാനെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ആ ഉപദേശം എടുത്ത് പരിശോധിച്ച് നോക്കുക. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ പാരന്റ്സ്, ഉമ്മയുണ്ട് ഉപ്പയുണ്ട്. പക്ഷെ പിന്നെ അള്ളാഹു പറയണ ഉമ്മാനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഉമ്മ അവനെ പ്രയാസപ്പെട്ട് നൊന്ത് പ്രസവിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരാൾ ചോദിക്കാൻ, മൻ അഹഖു ബി സുഹ്ബതി, എനിക്ക് ഏറ്റവും നന്നായി ഞാൻ ആരോടാണ് നന്നായി പെരുമാറേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം നിന്റെ ഉമ്മയോട്.
ഉമ്മുക്. സുമ്മമൻ, പിന്നെ ആരോടാണ്? റസൂൽ പറയാണ് ഉമ്മുക്, നിന്റെ ഉമ്മ. പിന്നെ ആരോടാണ്? ഉമ്മ. 4ാമത്തെ തവണയാണ് അബൂക്ക്, നിന്റെ ഉപ്പ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മാതാവിനെ പിതാവിനേക്കാൾ പരിഗണിച്ചു. ചില സന്ദർഭങ്ങളിൽ പുരുഷന് സ്ത്രീയൊക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ അനന്തരാവകാശ സ്വത്തിന്റെ കാര്യം പറഞ്ഞെടുത്ത് പറഞ്ഞു, അവിടെ ലിസ്സക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ, 2 സ്ത്രീകളുടെ ഓഹരി ഒരു പുരുഷന് കൊടുക്കണം. അതെന്താ അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ന്യായങ്ങൾ ആ സമയത്ത് നമ്മൾ വിശദീകരിച്ചാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇപ്പൊ ചില ആളുകൾ പുരുഷനായി ജനിച്ച ആള് അല്ലെങ്കിൽ പുരുഷനായ ഒരാള് സ്ത്രീയാകാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് പോയിട്ട് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ട് സ്ത്രീയാകുന്നു. സ്ത്രീയായ പെണ്ണായ ഒരാൾ പുരുഷനാകാൻ ആഗ്രഹിക്കുന്നു. കാരണം പുരുഷന്മാർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ്, എനിക്കതൊന്നും കിട്ടുന്നില്ലല്ലോ. എന്നിട്ട് ഈ പെണ്ണ് പോയിട്ട് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ട് പുരുഷനാകുന്നു. എന്തിന്? പുരുഷന് കിട്ടിയൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. സ്ത്രീയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ വീട്ടിൽ കിടന്നുറങ്ങാലോ. ഇതിപ്പോ രാവിലെ പണിയെടുക്കാൻ പോകണം. വിയർപ്പിന്റെ അസുഖമുള്ള ആൾക്കാർക്ക് വല്ലാതെ തോന്നുന്ന ഒരു സംഗതിയാണിത്. ഇങ്ങനെ പണിയെടുക്കേണ്ട കാര്യം എന്താണ്? വീട്ടിൽ സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ ഭർത്താവ് ജോലിയൊക്കെ ചെയ്ത് പൈസയൊക്കെ കൊണ്ടുവന്ന് വരും, വീട്ടിലിങ്ങനെ രാജ്ഞിയായി ഇരുന്നാൽ മതി, എന്തൊരു സുഖമാണ് പെണ്ണായാല് എന്നാണ് ഒരാൾ ചിന്തിക്കുന്നതെങ്കിലോ. പെണ്ണുങ്ങൾക്ക് അള്ളാഹു കുറെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആണുങ്ങൾക്ക് അള്ളാഹു വേറെയും കുറെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആണ് പെണ്ണാകാനോ പെണ്ണാണാകാനോ ആഗ്രഹിക്കരുത്. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅലകും അലാ ബഅൽ. അള്ളാഹു ചിലർക്ക് ചിലരെക്കാൾ ചില സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്, അതെനിക്കും കിട്ടണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പൊ ഇത് സാമ്പത്തികമായ കാര്യത്തിൽ മാത്രമല്ല, ശാരീരികമായ അവസ്ഥയിൽ. ഇനി നിങ്ങൾ ആലോചിച്ചു, ചില ആൾക്കാർ ചെറുതായി നീളുണ്ടാവില്ല, ചില ആൾക്കാർ നീളം കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് നല്ല തടിയായിരിക്കും, ചില ആൾക്കാർ മെലിഞ്ഞിട്ടായിരിക്കും. അങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ, ചില ആൾക്കാർ കുറച്ച് വെളുത്തിട്ടായിരിക്കും, വേറെ ചില ആൾക്കാർക്ക് ഇരുന്നറായിരിക്കും, വേറെ ചില ആൾക്കാർ കറുത്തിട്ടായിരിക്കും. ഞാനൊരു ഇരുന്നറായിപ്പോയി, എനിക്ക് അയാളുടെ അത്ര വെളുപ്പുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കരുത്, ചിന്തിക്കരുത്, അങ്ങനെ നിങ്ങൾ പറയരുത്, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. നേരെ മറിച്ച് വേറെ പ്രാർത്ഥന ഉണ്ട്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ അഹ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി. നബി പഠിപ്പിച്ചൊരു പ്രാർത്ഥന. പടച്ചവനെ, നീ എന്റെ സ്വഭാവം നന്നാക്കണമേ, എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ. എനിക്ക് ഈ രൂപം അള്ളാഹു തന്നതാണ്, ഇത് ഏറ്റവും നല്ല രൂപമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ആ രൂപം പോലെ ഒരു രൂപം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അവനെപ്പോലൊരു സൗന്ദര്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങൾ അങ്ങനെ ആലോചിക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുള്ള രൂപം ഏറ്റവും നല്ല രൂപമാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നല്ല രൂപമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, മറ്റവൻ്റെ അത്ര സൗന്ദര്യം എനിക്കില്ലല്ലോ, നിങ്ങൾ ചിന്തിക്കേ അരുത്, ചിന്തിക്കേ പാടില്ല. അപ്പോ ശരീരത്തിന്റെ വലുപ്പത്തിൽ എനിക്ക് പോണ്ടമാതിരി ഒരു തടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ മെലിഞ്ഞിട്ട് കോലുപോലെ. വേറെ ചില ആൾക്കാർക്ക് തടി കൂടിയിട്ട് ഇതിപ്പോ എങ്ങനെ കുറക്കുക എന്നാലോചിച്ചിട്ട് അതിനെന്താ മാർഗം എന്നാല് അവനൊക്കെ എന്തൊരു സുഖം, എന്ത് മെലിഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കും, എനിക്കിത് ഈ തടി കൊണ്ട് നടക്കാൻ വയ്യ. ഇങ്ങനെ മറ്റവനെ നോക്കി അവനെപ്പോലെ ഞാനായിരുന്നെങ്കിൽ, ഇവനെപ്പോലെ ഞാനായിരുന്നെങ്കിൽ എന്നാലോചിച്ച് സങ്കടപ്പെടരുത്. അള്ളാഹു ചില ആൾക്കാർക്ക് നീളം കൊടുത്തിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് നീളം കുറവായിരിക്കും, ചില ആൾക്ക് തടി ഉണ്ടാവും, ചില ആൾക്ക് തടി ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ശരീരപ്രകൃതിയിൽ വ്യത്യാസം ഉണ്ടാവും. ബുദ്ധി, ചിന്ത, കഴിവ്, ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇതിലൊക്കെ നിങ്ങൾ അസൂയപ്പെടാൻ നിന്നാൽ പിന്നെ നിങ്ങൾക്ക് അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഓനെന്തൊരു നല്ല പാട്ടാ, അവന്റെ ശബ്ദം കുയിലിന്റെ ശബ്ദം പോലൊരു ശബ്ദമാണ് അള്ളാഹു ഓന് കൊടുത്തത്. എനിക്കെന്തേ ആ ശബ്ദം അള്ളാഹ് തരാതിരുന്നത്? എന്റെ ഒച്ച ഈ മറ്റേ തകരപാത്രത്തിന്മേ വരക്കണമായിട്ടുള്ള ഒരു ഒച്ചയും തന്നിട്ടുണ്ട് അള്ളാഹു എനിക്ക് എന്നൊരാൾ ആലോചിക്കരുത്, ചിന്തിക്കരുത്. നിങ്ങളുടെ ശബ്ദം നല്ല ശബ്ദമാണ്, അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ശബ്ദം. അതുകൊണ്ട് നിങ്ങൾക്ക് പാട്ട് പാടണമെന്ന് പറഞ്ഞത്. പാട്ട് പാടുന്ന ആളുകൾ പാടിക്കോട്ടെ, അവരുടെ ശബ്ദം അതിനനുസരിച്ച് നല്ലതായിരുന്നു, അവർ പാടിക്കോട്ടെ. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് ആര് പറഞ്ഞു? എന്തിനാണ് നിങ്ങൾ അതിന്? നിങ്ങൾക്ക് വേറെ വരക്കാനുള്ള കഴിവില്ലേ?
സംസാരിക്കാനുള്ള കഴിവില്ലേ, എഴുതാനുള്ള കഴിവില്ലേ, അത് ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും അള്ളാഹു ഒരേ കഴിവ് തന്നെയല്ല കൊടുക്കുക, വ്യത്യസ്ത കഴിവുകളാണ് കൊടുക്കുക. ആ വ്യത്യസ്ത കഴിവുകൾ ഉപയോഗപ്പെടുത്തുക. അല്ലാതെ മറ്റോൻ്റെത് എനിക്കും കിട്ടണം, അതെന്നെ എനിക്കും കിട്ടണം, ആ ശബ്ദം എനിക്ക് കിട്ടണം, ആ സൗന്ദര്യം എനിക്ക് കിട്ടണം, ആ നീളം എനിക്ക് കിട്ടണം, ആ തടി എനിക്ക് കിട്ടണം എന്ന് നിങ്ങൾ ആലോചിക്കരുത്, ആഗ്രഹിക്കരുത്. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅലകും അലാ ബഅൽ. ഓരോരുത്തർക്കും അള്ളാഹു കൊടുത്തിട്ടുള്ള സവിശേഷത വെച്ചിട്ട് അതെനിക്കെന്തേ കിട്ടാത്തത് എന്ന് സങ്കടപ്പെടരുത്. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത്, ലിർരിജാലി നസീബും മിമ്മക്തസബൂ വലിന്നിസാഇ നസീബും മിമ്മക്തസബ്ന. ആണുങ്ങൾക്ക് അവർ സമ്പാദിച്ചതുണ്ട്, പെണ്ണുങ്ങൾക്ക് അവർ സമ്പാദിച്ചതുണ്ട്. എന്താ ഈ സമ്പാദിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, സമ്പാദ്യം എന്ന് പറയുന്നത് സ്വത്ത്. സ്ത്രീ സമ്പാദിച്ച സ്വത്ത് സ്ത്രീക്കുള്ളതാണ്, പുരുഷൻ സമ്പാദിച്ച സ്വത്ത് പുരുഷനുള്ളതാണ്. ഭാര്യ സമ്പാദിക്കുന്ന സ്വത്ത് ഭർത്താവിന് അവകാശപ്പെട്ടതല്ല. ഭർത്താവ് സമ്പാദിക്കുന്ന സ്വത്ത് ഭാര്യയ്ക്ക് കുറച്ച് അവകാശമുണ്ട്. സാധാരണഗതിയിൽ പുരുഷൻ അവന്റെ ഇണയെ, അവന്റെ മക്കളെ, അവന്റെ ഉമ്മയെ, അവന്റെ സന്താനങ്ങളൊക്കെ പോറ്റാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ സ്ത്രീക്ക് ആ ബാധ്യതയില്ല. ഇപ്പൊ ഒരർത്ഥം പുരുഷൻ അവന് സമ്പാദിച്ചതുണ്ട്, സ്ത്രീ അവൾക്ക് സമ്പാദിച്ചതുണ്ട് എന്ന് പറയുന്നതിന് ഒരർത്ഥം ഇത് അനന്തരാവകാശ സ്വത്താണ്. നസീബ് എന്ന് ഇവിടെ പറഞ്ഞില്ലേ, ശരിക്കും നസീബ് എന്നാണ് എന്താ? നമ്മൾ സാധാരണ നസീബ് എന്ന് പറയുന്നത് ഭാഗ്യം എന്ന് പറയില്ലേ, അത് ഓൻ്റെ നസീബാണ്. ശരിക്കും നസീബ് എന്ന് പറഞ്ഞാൽ വിഹിതം എന്നാണ്, ഓഹരി എന്നാണ് നസീബ്. അപ്പോൾ ആണിന് ആണിന്റെ ഓഹരി ഉണ്ട്, പെണ്ണിന് പെണ്ണിന്റെ ഓഹരി ഉണ്ട്. ഇതാണ് ഒരർത്ഥം. അതായത് അനന്തരാവകാശം വീതിക്കുമ്പോൾ ചിലപ്പോൾ മകന് കൂടുതൽ കിട്ടും, മകൾക്ക് അത്ര കിട്ടിയില്ല എന്ന് വരും. ഓ, മകന് കൂടുതൽ കിട്ടിയാലും ഞാനും വാപ്പാന്റെ മോളല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടരുത്. അപ്പോ അവിടെ നിങ്ങൾ മറ്റൊരാൾക്ക് കിട്ടിയത് എത്ര എന്ന് ആലോചിക്കരുത് എന്നാണ് അതിന്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം കർമ്മങ്ങളാണ്. ആണുങ്ങളെടുത്ത കർമ്മങ്ങൾ ആണുങ്ങൾക്കുണ്ട്, പെണ്ണുങ്ങളെടുത്ത കർമ്മങ്ങൾ പെണ്ണുങ്ങൾക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ നിങ്ങൾക്ക് യാതൊരു വിവേചനവും കൽപ്പിക്കുകയില്ല. ആണ് പെണ്ണ് എന്ന രണ്ട് ദ്വന്ദ്ം ഉണ്ട്. ആണ് വേറെ പെണ്ണ് വേറെ. ആണും പെണ്ണും ഒന്നാണെന്ന് പറയുന്നത് ശരിയല്ല. ആണും പെണ്ണും മനുഷ്യവർഗത്തിലെ രണ്ട് വിഭാഗങ്ങളാണ്. അത് രണ്ട് തന്നെയാണ്. ആണിന് ആണിന്റെ പ്രകൃതവും പെണ്ണിന് പെണ്ണിന്റെ പ്രകൃതവും ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ലൈൽ. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ. ഈ കോൺട്രാസ്റ്റ് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിങ്ങനെ എടുത്തു കാണിച്ചിരാണ്. രാവ് അതിങ്ങനെ ഇരുട്ടിങ്ങനെ മൂടുകയാണ്. വല്ലൈലി ഇദാ യഗ്ശാ, ഭൂമി എങ്ങനെ ഇരുട്ടിങ്ങനെ മൂടി ഇങ്ങനെ പരക്കുന്നത് കാണാം നിങ്ങൾക്ക്. വന്നഹാരി ഇദാ തജല്ലാ, അപ്പം വേറെ ഭൂമിയുടെ വേറൊരു ഭാഗത്ത് ഇങ്ങനെ വെളിച്ചം പരക്കുന്നത് കാണാം. വെളിച്ചം ഇങ്ങനെ ഉദിച്ച്, സൂര്യൻ ഉദിച്ച് ഇങ്ങനെ വ്യക്തമായി 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 ഇങ്ങനെ വരുന്ന കാണാം. ഇത് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? വമാ ഖലഖ ദകറ വൽ ഉൻസാ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് സാക്ഷി. ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചത് വേറെ വേറെ തന്നെയാണ്, വേറെ വേറെ പ്രകൃതത്താണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഇന്ന സഅയകും ലശത്താ. ഖുർആനിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ പരിശ്രമങ്ങളൊക്കെ വേറെ വേറെയാണ്. ആണിന്റെ പണി തന്നെ ഞാൻ ചെയ്യും എന്ന് വിചാരിച്ച നടക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. നടക്കൂല. ദാവൂദ് സാഹിബാന്ന് തോന്നുന്നു ഇപ്പൊ അടുത്ത് പങ്കുവെച്ചൊരു സംഗതിയുണ്ട്. ഈ ആണുങ്ങളെ മാത്രം സംഘടിപ്പിച്ചിട്ടാണ് വേൾഡ് കപ്പ് നടത്തുന്നത് അല്ലേ, ഫിഫ വേൾഡ് കപ്പ്. പെണ്ണുങ്ങളുണ്ടതിൽ ഖത്തറിലിപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞില്ലേ, കളിക്കാൻ സ്ത്രീകളുണ്ട്, കളി കാണാനല്ലേ വരുന്നുള്ളൂ, ആണുങ്ങളാണ് കംപ്ലീറ്റ്. പക്ഷെ പേര് വേൾഡ് കപ്പ് എന്നാണ്. എന്നിട്ട് ഇപ്പുറത്ത് ഒരു സ്ത്രീകൾക്കായിട്ട് വേറെ കപ്പ് വേറെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ആണുങ്ങളുടെ കൂടെ പെണ്ണുങ്ങൾക്ക് കളിച്ചൂടെ? ആരും അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. ഓട്ടമത്സരം ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗതയുള്ള ആളെ തീരുമാനിക്കൽ എന്തിലാ? ഏറ്റവും കൂടുതൽ വേഗതയുള്ള ആളെ തീരുമാനിക്കൽ അതെ എന്തിലാ? 100 മീറ്റർ, 100 മീറ്റേഴ്സ് അല്ലേ? ഈ 100 മീറ്റേഴ്സ് റേസിൽ ആണിന്റെ കൂടെ എന്താ പെണ്ണോടാത്തത്?
ഓടിയിട്ട് കാര്യമില്ല. എത്ര ഓടിയാലും നിങ്ങൾക്ക് ആണിന്റെ കൂടെ പെണ്ണിനെ ഓടി ജയിക്കാൻ പറ്റില്ല. അപ്പൊ ആണിന്റെയും പെണ്ണിനെയും ഒന്നിച്ച് മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അനീതിയാണ്. അതുകൊണ്ടാണ് മത്സരിപ്പിക്കാത്തത്. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? എന്താ ആണിന്റെ കൂടെ ഞങ്ങളെ ഓടിപ്പിക്കാത്തത്? ഞങ്ങൾക്കും കഴിവുണ്ടല്ലോ, ഓടാനെന്താ ഞങ്ങൾക്ക് കഴിയില്ലേ? ഏതെങ്കിലും സ്ത്രീകൾ എവിടെയെങ്കിലും ഒളിമ്പിക്സിൽ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്? എന്നാൽ പുരുഷനും സ്ത്രീയും വ്യത്യസ്ത പ്രകൃതക്കാരാണ്. ഇന്ന സഅയകും ലശത്. സഅയ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ഓട്ടം എന്നാണ്. നിങ്ങൾ ഉംറക്ക് പോകുമ്പോ സഅയ് നടത്തല്ലേ? സഫന്റെ മറുവന്റെ ഇടയിലുള്ള എന്താന്നാ പറയാ? ഓട്ടം എന്നാ പറയാ അല്ലെ? സഅയ് എന്ന് പറഞ്ഞാല് സഫ മറുവക്കിടയിലുള്ള ഓട്ടം. അല്ലാഹു പറയാണ് നിങ്ങളുടെ ഓട്ടം വ്യത്യസ്തമാണ്. ഇന്ന സഅയകും ലശത്താ. നിങ്ങളുടെ പരിശ്രമങ്ങൾ, നിങ്ങളുടെ ജോലികൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളുടെ കർമ്മങ്ങൾ ഇതൊക്കെ വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ആണിന് വേറെ, പെണ്ണിന് വേറെ, ആണുങ്ങൾക്കിടയിൽ തന്നെ വേറെ വേറെ, പെണ്ണുങ്ങൾക്കിടയിൽ തന്നെ വേറെ വേറെ. അപ്പൊ അത് പരസ്പരം കൊതിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് ഇപ്പൊ വലിയ ഒരു ചർച്ചയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ശരിക്കും അതിന്റെ പാപ്പരത്വം, അതിന്റെ അന്തക്കേട് വളരെ വ്യക്തമാണ്. ആണിനും പെണ്ണിനും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഉണ്ട് അല്ലേ? പിന്നെ വർക്കിംഗ് മെൻസ് ഹോസ്റ്റൽ ഉണ്ട്. ഇതെന്താ രണ്ടും ഒന്നാക്കിക്കൂടെ? ആരെങ്കിലും അവിടെ പോയി സമരം ചെയ്യാറുണ്ടോ? എന്താ പെണ്ണുങ്ങൾക്കായിട്ട് വേറെ ഹോസ്റ്റൽ, എന്താ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്നിച്ചൊരു ഹോസ്റ്റലായ പോരെ? പറ്റില്ല എന്നാണ് മനുഷ്യപ്രകൃതം പറയുന്നത്. ശരിയല്ല എന്നാണ്. ഇപ്പൊ മുസ്ലിങ്ങളെ തന്നെയാണ് ഹോസ്റ്റല്. മുസ്ലിങ്ങളതാണെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ പിന്നെ അവിടെ കൊടി പിടിക്കാൻ ആളുണ്ടാവും. കല്യാണപ്പരയില് സ്ത്രീകൾക്ക് വേറെ ഒരു ഭാഗത്ത് ഭക്ഷണം കൊടുക്കുന്നു, പുരുഷന്മാർക്ക് വേറൊരു ഭാഗത്ത് ഭക്ഷണം കൊടുക്കുന്നു. അതിനില്ലാത്ത പുകിലില്ല. എന്തൊരു അപരിഷ്കൃതരാണ് ഇവർ, എന്തൊരു കാടന്മാരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ചില കാര്യങ്ങളിൽ വിവേചനമുണ്ട്. ആ വിവേചനം വരുമ്പോഴേക്ക്, ആ ഒരു വ്യത്യാസം വരുമ്പോഴേക്ക് അത് അവരെ അപമാനിക്കലാണെന്ന് ആരാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ വരുന്നുണ്ട്. അതിന് നമ്മൾ ഇന്നത്തെ പോലെ വേറെ റൂമോ വേറെ മറയോ ഒന്നുമില്ല. ആദ്യം മുന്നിൽ പുരുഷന്മാർ, പിന്നിൽ കുട്ടികൾ, അതിന്റെ പിന്നിൽ പെണ്ണുങ്ങൾ. ഇതാണ് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ അങ്ങനെയാണ് ഓർഡർ. മുന്നിൽ പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ. സ്ത്രീകൾക്ക് വരാം, പക്ഷെ സ്ത്രീകൾക്ക് എപ്പോഴും വരാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് ഇളവുണ്ട്, പല കാര്യങ്ങളിലും അവർക്ക് ഇളവുണ്ട്. അപ്പൊ പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ് അതിലെല്ലാ കാര്യങ്ങളിലും തുല്യതയും സമത്വവും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് തെറ്റാണ്. അതിന്റെ പേരിൽ ഇപ്പോ ലൈംഗിക അരാജകത്വമാണ് ക്യാമ്പസുകളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും ഒന്നാണ്. നമുക്ക് ആണിനെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം, പെണ്ണിനെ വേണമെങ്കിൽ. എന്തുമാത്രം പ്രകൃതി വിരുദ്ധമാണ്, എന്തുമാത്രം അബദ്ധമാണ് ഈ കാഴ്ചപ്പാട്. ആണും പെണ്ണും ഒന്നല്ല. ആണും പെണ്ണുമാണ്. വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഈ വ്യത്യാസങ്ങളുടെ പേരിൽ അനീതി കാണിക്കാൻ പാടില്ല. പെണ്ണായതുകൊണ്ട് പെണ്ണിനോടൊരു നീതി, ആണായതുകൊണ്ട് ആണിനോട് വേറെ നീതി, അതില്ല. അനീതി പാടില്ല. എന്നാൽ ആണിനും പെണ്ണിനും എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കണം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമാണ്. അത് നടക്കൂല. പ്രകൃതിയിൽ അങ്ങനെ നടക്കില്ല എന്നാണ് നമുക്ക് ആധുനികമായ ചരിത്രവും പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് പഠിച്ചത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ആണിൽ നിന്നും പെണ്ണിൽ നിന്നും. അങ്ങനെയാണ് മനുഷ്യപ്രകൃതി എന്ന് പറയുന്നത്. ഒരാണ് ഒരു പെണ്ണ്. ഇത് മനുഷ്യരിൽ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലുടനീളം ഈ നെഗറ്റീവ് പോസിറ്റീവ്, ആണ് പെണ്ണ് എല്ലാത്തിലും കാണാം. മൃഗങ്ങളിൽ കാണാം, പക്ഷികളിൽ കാണാം, ഇതിലൊക്കെ ഈ കാണാം. പ്രപഞ്ചത്തിൽ മുഴുവൻ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. എല്ലാറ്റിലും അല്ലാഹു ഇണകളെ ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. മനുഷ്യനെ അങ്ങനെ തന്നെയാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളിലെ ആണിന് നിങ്ങളുടെ പെണ്ണ്, നിങ്ങളുടെ പെണ്ണിന് നിങ്ങളുടെ ആണ് എന്നത് അള്ളാന്റെ ആയത്താണ്, അള്ളാന്റെ ദൃഷ്ടാന്താണ്. അത് തെറ്റിച്ചിട്ട് ആണ് പറയാണ് എനിക്ക് ഒരാണിന് കല്യാണം കഴിച്ചാൽ മതി, ഒരു പെണ്ണ് പറയാണ് എനിക്ക് പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മതി. തെറ്റാണ്, പ്രകൃതി വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരു കൂട്ടർക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ മറ്റൊരു കൂട്ടർ കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത്. അത് തെറ്റാണ്.
അള്ളാഹു ഇണകളായിട്ടാണ് നിങ്ങളെ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ആണിന് കൂടുതൽ പ്രതിഫലം ഉണ്ട് എന്നോ പെണ്ണിന് കുറവ് പ്രതിഫലം ഉണ്ട് അങ്ങനല്ല. അല്ലാഹു വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങളുടെ കൂട്ടത്തിൽ സൽക്കർമ്മം ചെയ്യുന്ന ആൾക്ക് വഹുവ മുഅ്മിൻ, ഈമാനോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വലാ യുളമൂന നഖീറ, ഒരാളോടും ഒരു വിവേചനവും കാണിക്കില്ല. നഖീറ, ഒരു അണുമണി തൂക്കം, ഓ അവള് പെണ്ണല്ലേ ഓക്ക് അത്ര കൂലി മതി, നോ നെവർ. അവനാണല്ലേ അവന് കുറച്ച് കൂടുതൽ കൂലി കൊടുത്തേക്കാം. അള്ളാഹു അങ്ങനെ തീരുമാനിക്കില്ല. വലാ യുളമൂന നഖീറ, എന്ത് വ്യക്തമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങൾ നന്മ ചെയ്തോളൂ, നിങ്ങൾ ചെയ്ത നന്മക്ക് പൂർണ്ണ പ്രതിഫലം. ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും. സൂറത്ത് ആലു ഇമ്രാൻ 195 ഫസ്തജാബ ലഹും റബ്ബുഹും, അവരുടെ നാഥൻ അവർക്ക് ഉത്തരം നൽകി. എന്താ ഉത്തരം എന്നറിയാം? അന്നീ ലാ ഉളീറു അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങളിൽ ആര് പണിയെടുത്താലും അവരുടെ പണിക്ക് ഞാനൊരു പണിക്കുറവ് വരുത്തുകയില്ല. ആ പണിയുടെ പ്രതിഫലത്തിൽ ഒരു ഇഞ്ച് കുറവ് വരുത്തില്ല, ആണാവട്ടെ പെണ്ണാവട്ടെ. പക്ഷേ പെണ്ണുങ്ങൾക്ക് പണിയെടുക്കേണ്ടതിൽ അള്ളാഹു ഇളവ് അനുവദിച്ചിട്ടുണ്ട്, ആണുങ്ങൾക്ക് ആ ഇളവില്ല. പക്ഷെ കൂലി രണ്ടാൾക്കുണ്ട്. പാർക്കാ മെച്ചം? ആണിന് ഇത് മുഴുവൻ ചെയ്യണം, പെണ്ണിന് അത്ര ചെയ്യേണ്ട. ചെയ്തിട്ടില്ലെങ്കിലും കൂലി അവർക്ക് ലഭിക്കും, പ്രതിഫലം അവർക്ക് ലഭിക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിന്ന് പരാതി പറഞ്ഞ സ്ത്രീകളോടും റസൂൽ പറഞ്ഞത്. അത് നിങ്ങളുടെ കുറവല്ല, അതിന് നിങ്ങൾക്ക് യാതൊരു കുറവും വരില്ല. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകും. വഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർള്, നിങ്ങളെ ഭൂമിയിലെ പ്രതിനിധിയാക്കിയവരാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാഹു പറയാണ് വറഫഅ ബഅലകും ഫൗക ബഅൽ, ചില ആളുകൾക്ക് ചില ആളുകളെക്കാൾ ഉന്നതി കൊടുത്തിട്ടുണ്ട്. ഇവന് ചിലപ്പോൾ സാലറി 1000 ദീനാറായിരിക്കും, മറ്റവന് 100 ദീനാറായിരിക്കും. ഇവന് കുറച്ചുകൂടി ഉയർന്ന പദവി കൊടുത്തിട്ടുണ്ടാവും, മറ്റൊന്നും അത്ര കൊടുത്തിട്ടുണ്ടാവില്ല. ഒരാളെ ആണായിരിക്കും, മറ്റൊരാൾ പെണ്ണായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പദവികൾ, വ്യത്യസ്തങ്ങളായ ദറജകൾ, വ്യത്യസ്തങ്ങളായ അവസ്ഥകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലരെക്കാൾ ചിലർക്ക് പദവി ഉയർത്തി കൊടുത്തിട്ടുണ്ട്. ദറജാത്ത്, കൃത്യമായുള്ള പറയാം, ദറജാത്ത്. ദറജ എന്ന് പറഞ്ഞാൽ പദവി എന്നാണ്. ഒരാൾക്ക് ഈ പദവി, മറ്റൊരാൾക്ക് ഈ പദവി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാവർക്കും ഒരേ പദവിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പണിക്കും എല്ലാവരും കിട്ടുമോ? എല്ലാവർക്കും ഒരേ ബുദ്ധി, എല്ലാവർക്കും ഒരേ പദവി, എല്ലാവർക്കും ഒരേ ശമ്പളം, എല്ലാവർക്കും ഒരേ സാമ്പത്തിക അവസ്ഥ. എന്നാൽ മനുഷ്യനും ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. മറ്റേ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ഇതില്ലേ, ഈ കാലനില്ലാത്ത കാലം. ഞാനൊക്കെ സ്കൂൾ പഠിച്ചിട്ടുണ്ട് ആ കവിത. മുത്തച്ഛനിരിക്കുന്നു മുതുമുത്തച്ഛനിരിക്കും, മനുഷ്യൻ മരിക്കാതിരുന്നാൽ എന്തായിരിക്കുന്ന അവസ്ഥ? നമുക്കിപ്പോ മരണം സങ്കടകരമാണ്, പക്ഷെ മരിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാൾ സങ്കടകരമായിരിക്കും. ഒരു ഭാവനയാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ ഉപ്പ, ഉപ്പാന്റെ ഉപ്പ, ഉപ്പാപ്പാന്റെ ഉപ്പ, അവരൊക്കെ മരിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ്. എന്തൊരു കഷ്ടമായിരിക്കും, എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അത്. ആ ആലോചനയുടെ ആ ഭാവനയുടെ ഒരു തലം നോക്കുക. സത്യമാണത്. എന്നതുപോലെ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേ സമ്പത്ത്, ഒരേ അവസ്ഥ, ഒരേ ദർജ. അങ്ങനെയാണെങ്കിലോ നിങ്ങൾ വീട്ടിൽ പണിയെടുക്കാൻ ആളെ കിട്ടുമോ? എഞ്ചിനീയർമാരെ കിട്ടുമോ? ഡോക്ടർമാരെ കിട്ടുമോ? എല്ലാവർക്കും ഒരേ പണിയല്ലേ? അപ്പൊ ഇത് അള്ളാഹു ചിലർക്ക് ചിലരെക്കാൾ ഉയർന്ന പദവി കൊടുത്തിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. അത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ലിയബ്ലുവക്കും ഫീമാ ആതാക്കും. എന്തിനാണ് അങ്ങനെ കൊടുത്തതെന്നറിയോ? നിങ്ങളെ പരീക്ഷിക്കാൻ. നിങ്ങൾക്കൊരു ഉയർന്ന ജോലി നൽകി, ഉയർന്ന ശമ്പളം നൽകി, നീ അത് പാവപ്പെട്ടവന് കൊടുക്കുന്നുണ്ടോ ഇല്ലേ, അവനോട് നിന്റെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടി. ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി. ഇന്ന റബ്ബക സരീഉൽ ഇഖാബ്, നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുമ്പോഴേക്ക്, കുറച്ച് ഔന്നത്യം കിട്ടുമ്പോഴേക്ക്, കുറച്ച് സ്ഥിതിയൊക്കെ മെച്ചപ്പെടുമ്പോഴേക്ക് അഹങ്കാരികളായി മാറിയാൽ മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ
മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഇന്നലെ വരെ വലിയ വലിയ മാളികയിൽ, മണിമാളികയിൽ ജീവിച്ചിരുന്ന ആള് ഇന്ന് ചെറ്റക്കുടിലിൽ താമസിക്കേണ്ട ഗതികേട് വരും. അതാണ് ഇത് കഴിഞ്ഞിട്ട് അള്ളാഹു പറയുന്നത്, ഇന്ന റബ്ബക സരീഉൽ ഇഖാബ്. അള്ളാഹു പെട്ടെന്ന് തന്നെ ശിക്ഷിക്കും. വിശേഷിച്ച് സാമ്പത്തികമായ ഉന്നതിയൊക്കെ വരുമ്പോൾ അള്ളാഹനെ മറക്കുന്നു, താൻ വന്ന വഴി മറക്കുന്നു, പാവങ്ങളെ മറക്കുന്നു, അഹങ്കാരത്തിന്റെ കൊടുമുടി കയറുന്നു. ഇന്ന റബ്ബക സരീഉൽ ഇഖാബ്, നിന്റെ റബ്ബ് പെട്ടെന്ന് തന്നെ ശിക്ഷിക്കുന്നവനാണ്. വ ഇന്നഹു ലഗഫൂറുർ റഹീം, അവൻ പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ലളിതമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ചിലരെക്കാൾ ചില സവിശേഷതകൾ അത് കൊടുത്തിട്ടുണ്ട്. ആണാവട്ടെ പെണ്ണാവട്ടെ. ആണുങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പലർക്കും പല സവിശേഷതയും കൊടുത്തിട്ടുണ്ട്, പെണ്ണുങ്ങളിൽ പലർക്കും പല സവിശേഷതയും കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യത്തിൽ, ബുദ്ധിയിൽ, സമ്പത്തിൽ, ശരീരത്തിൽ, ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് മറ്റവന്റെ കണ്ടിട്ട് നിങ്ങൾക്കത് കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെടരുത്. നിങ്ങൾക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ലത് കിട്ടാൻ കൂടുതൽ വീണ്ടും പ്രാർത്ഥിക്കുക. അതാണ് പിന്നെ പറയുന്നത്, വസ്അലുല്ലാഹ മിൻ ഫളലി, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ എനിക്ക് ആരോഗ്യം തരണേ. പടച്ചോനെ മറ്റോൻ ആരോഗ്യം കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ആരോഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കരുത്. പടച്ചോനെ മറ്റോന് നീ അത്ര ശമ്പളം കൊടുത്തില്ലേ, എനിക്കും അത്ര തരണേ എന്ന് പ്രാർത്ഥിക്കരുത്. വസ്അലുല്ലാഹ മിൻ ഫളലി, പടച്ചോനെ എനിക്ക് നല്ല ജോലി തരണേ, എനിക്ക് നല്ല സമ്പത്ത് തരണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, പടച്ചോനെ ഇഹലോകത്ത് എനിക്ക് നന്മ തരണമേ, പരലോകത്തും നന്മ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ മറ്റവൻ അത്ര കൊടുത്തു അതുകൊണ്ട് എനിക്കും വേണം, അത് പറയരുത്. അങ്ങനെയല്ല പ്രാർത്ഥന. മറ്റവന്റെ ഇത് നോക്കിയിട്ടല്ല നിങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നാണ് അല്ലാഹു. ഇതൊരു ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമായി പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക. അപ്പൊ അസൂയ ഇല്ലാതാകും. മറ്റാൾക്ക് എന്ത് കിട്ടി എന്നുള്ളത് എന്റെ ബാധകമല്ല, എനിക്ക് പ്രശ്നമല്ല. എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അധ്വാനിക്കണം, ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ പ്രവർത്തിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. അങ്ങനെ വസ്അലുല്ലാഹ മിൻ ഫളലി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ, എല്ലാ കാര്യത്തെക്കുറിച്ചും അള്ളാഹുവിന് പൂർണ്ണമായ സൂക്ഷ്മമായ അറിവുണ്ട്. സദഖല്ലാഹു സദഖ റസൂലുഹു വബല്ലഗ റിസാലതിഹി വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.